നേരെ ആലുവയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ബലിതർപ്പണത്തിനുള്ള ഒരു ദിനം കൂടെയാണ് ഇന്ന്. ആയിരക്കണക്കിന് പേരാണ് അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ശിവരാത്രി ബലിതർപ്പണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മഹാദേവ ക്ഷേത്രം. പെരിയാറിന്റെ തീരത്ത് 10,000 ഇന്ന് ബലിതർപ്പണം നടത്തും. 84 ബലിത്തറകളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന ശിവരാത്രി വിളക്കോടെയാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമാകുക. നാളെ ഉച്ചവരെ ബലിതർപ്പണം തുടരും. 10,000 ഭക്തർ ബലിതർപ്പണത്തിന് ആലുവയിലെത്തും. പെരിയാറിന്റെ തീരത്തായി 84 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് 84 ബലിത്തറകളാണ് നമ്മൾ ലേലം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 84 ബലിത്തറകളിലും പുരോഹിതന്മാരുണ്ടാവും. ഭക്തജനങ്ങൾക്ക് സൗകര്യാർത്ഥം ബലിതർപ്പണം നടത്തി ദർശനം നടത്തി പോകാവുന്നതാണ്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം മുതൽ ആലുവയിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കുന്നതിന് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ സേവനമൊരുക്കുന്നുണ്ട്. അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ശിവരാത്രി ദിനത്തിൽ. കൂടാതെ ഈ ടോയ്ലറ്റ്, കുടിവെള്ള സംവിധാനം, നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ സേവനം ഉണ്ടായിരിക്കും. സേവാഭാരതിയുടെ വോളണ്ടിയേഴ്സും സേവനവും എല്ലാവരും ഉണ്ടായിരിക്കും. 1500 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇക്കുറി ശിവരാത്രി ഡ്യൂട്ടിക്ക് ഉണ്ടാവുക. സമീപ ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിക്കുമെന്ന് പോലീസും അറിയിച്ചു. ആലുവ മഹാദേവ ക്ഷേത്രത്തിന് പുറമെ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കും. 10,000 ഭക്തർ ഇത്തവണ ബലിതർപ്പണത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസും ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.